ജയിലിൽ കിടക്കുന്ന അനുമോൾക്കും അപ്പാനി ശരത്തിനും ബിഗ് ബോസ് അറിഞ്ഞ് പണി കൊടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് രണ്ടുപേർക്കും കുറച്ച് ഈഗോ പ്രശ്നമുണ്ട്. രണ്ടുപേരും വളരെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരാണ്. വളരെ ഫേമസ് ആണ്. ഒരുപാട് ഫാൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനീഷ് വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും സംശയമില്ല. അതുപോലെ തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ടുള്ള ഞാനെന്ന ഭാവവും ഈഗോയും ഉണ്ട്. ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസ് പതിവിൽ നിന്ന് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നാമത്, അനീഷിന് ക്യാപ്റ്റൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രത്യേക അധികാരം കൊടുക്കുന്നു, ഒരു പവർ കൊടുക്കുന്നു ഒരാളെ നോമിനേറ്റ് ചെയ്യാൻ. ബിഗ് ബോസിന് നന്നായിട്ടറിയാം, ഒന്നുകിൽ അനുമോളെ അല്ലെങ്കിൽ ശരത്തിനെ തന്നെ അനീഷ് നോമിനേറ്റ് ചെയ്യൂ. കാരണം അവർ ഈ കളി കുറെ കാലമായി കളിക്കുന്നതല്ലേ. ഒരു കണ്ടസ്റ്റന്റ് എന്ത് ചിന്തിക്കുന്നു, എന്ത് ചെയ്യുമെന്നൊക്കെ ക്ലോസ്ലി വാച്ച് ചെയ്യുന്ന അവർക്ക് നന്നായിട്ട് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അനീഷിന് അങ്ങനെ ഒരു പവർ ബിഗ് ബോസ് കൊടുക്കുന്നത്. അനീഷ് കറക്റ്റായിട്ട് അപ്പാനിയെ തന്നെ ചൂസ് ചെയ്തു. ബാക്കിയൊക്കെ പെട്ടെന്നാണ് നടന്നത്. എല്ലാവരും ചേർന്ന് അനുമോളെയും ചൂസ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും ജയിലിലെത്തി. ജയിലിലെത്തുന്നതിന് മുമ്പ് അപ്പാനി ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അവനാണ് ജയിലിൽ കയറ്റാൻ പോകുന്നതെങ്കിൽ ഞാൻ കയറില്ല എന്ന് ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കെ അപ്പാനി പറയുന്നുണ്ട്. അതായത് ഷാനവാസ് ജയിലിന്റെ കീയും കൊണ്ടുവരുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ബിഗ് ബോസ് ഉടനെ തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്, അതായത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ തന്നെ ആയിരിക്കും ജയിലിലേക്ക് ഇടുക എന്ന്. അത് അപ്പാനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ അപ്പാനിയും അനീഷും തമ്മിൽ കുറെ ഫൈറ്റ് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അനീഷ് ജയിലിൽ കൊണ്ടിടുക എന്ന് പറയുമ്പോൾ അത് അനീഷിന്റെ ഒരു വിജയമായിട്ടാണല്ലോ കാണുന്നത്. അനീഷാണെങ്കിൽ ഇതങ്ങ് നടന്നങ്ങോട്ട് ആഘോഷിക്കുകയാണ്. ചിരിച്ചും പ്രൊവോക്ക് ചെയ്തും ട്രിഗർ ചെയ്യും ഒക്കെ ആഘോഷിച്ച് തകർക്കുകയാണ് അനീഷ്. എന്തോ ബിഗ് ബോസ് അറിഞ്ഞ് അനീഷിന് ഈ അവസരങ്ങൾ കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു സൈഡ് ഉണ്ട് കേട്ടോ, അനീഷ് ഒരു സൈഡിൽ നിന്ന് നോക്കിയ ഒരു പാവ മനുഷ്യനാണ്. വെറുതെ കുറെ കോപ്രായങ്ങൾ കാണിച്ചു കൂട്ടുന്നു എന്നതിനപ്പുറം ഒരു നിഷ്കളങ്കനായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. അത് അനീഷിന് വളരെ ഗുണം ചെയ്യും, ആ നിഷ്കളങ്കമായ ഒരു സൈഡ്. അത് തന്നെയാണ് അനീഷിന് ചിലപ്പോൾ ഷോയിൽ മുന്നോട്ട് നിലനിർത്താൻ പോകുന്ന ഘടകം. നമുക്ക് അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ഇവിടെ അനീഷിന് ബിഗ് ബോസ് ഒരു പ്രത്യേകമായ സൗജന്യം കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ഞാട കെട്ടി മുറിക്കാനുള്ള സൗകര്യം. ബിഗ് ബോസിൽ എനിക്കൊന്നും ഓർമ്മയില്ലാഞ്ഞിട്ടാണോ എന്ന് ഇനി അറിയില്ല, ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഞാട മുറിച്ചൊക്കെ ഒരാളെ ജയിലിലേക്ക് വിടുന്നത്. മറ്റത് പാട്ടും ആഘോഷമായിട്ടൊക്കെ ജയിലിൽ കൊണ്ടുപോകുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാട മുറിക്കുന്നത് ഓർമ്മക്കുറവ് കൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. എന്തായാലും ഈ സീസണിൽ അനീഷിന് അങ്ങനെ ഒരു സൗജന്യം ബിഗ് ബോസ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അനീഷ് പോകുന്നു, അവിടെ മറ്റേ ഞാടയൊക്കെ കിട്ടി അത് മുറിച്ച് വലിയ ആഘോഷത്തോടെ ജയിൽ തുറക്കുന്നു. അതിനുശേഷമാണ് ഇവരെ ജയിലിനകത്തേക്ക് കടത്തിവിടുന്നത്. ജയിലിൽ വെച്ച് ഇവർ കുറേ സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ചും നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം. അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം ബിഗ് ബോസ് ഇവർക്ക് അടുത്ത് കൊടുക്കുന്ന ഒരു പണിയും കൂടെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് മനഃപൂർവ്വം ഇവരുടെ ഈഗോ മാക്സിമം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊടുക്കുന്ന പോലെയാണ്. ചപ്പാത്തി പരത്താനൊക്കെ ബിഗ് ബോസ് വലിയ ടാസ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത്തവണ ഇവർക്ക് രണ്ടുപേർക്കും, അത് ആദ്യത്തെ ജയിലാണെന്ന് ഓർക്കണം, കൊടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ത്രികോണ ആകൃതിയിൽ, ചതുരാകൃതിയിൽ, വൃത്താകൃതിയിൽ ചപ്പാത്തി പരത്തിയെടുക്കണമെന്ന് പറയുന്ന ഒരു ടാസ്ക്കാണ്. 50-ൽ കൂടുതൽ ചപ്പാത്തികൾ വേണം. ഇവരിത് 3:15 പരത്തി തീരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ടാസ്ക് ലെറ്റർ അനീഷ് വന്ന് വായിക്കുന്നുണ്ട്. അതും ഇതുപോലെ ചപ്പാത്തി പരത്തുന്നതാണ്. അത് അനീഷ് വെറുതെ വായിച്ചതാണോ ശരിക്കും ഉള്ളതാണോ എന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല. കാരണം എപ്പിസോഡിന്റെ അവസാന ഭാഗം എനിക്കൊന്ന് മിസ്സായിപ്പോയി. അതേ സമയത്ത് ലൈവിൽ ആ രംഗമൊട്ട് എത്തിയിട്ടുമില്ല. അപ്പോൾ എന്താണെങ്കിലും മുട്ടം പണിയാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. മുട്ടം പണി എന്ന് വെച്ചാൽ മുട്ടൻ പണി. എനിക്ക് തോന്നുന്നത് അനീഷിന് കുറേ നെഗറ്റീവ്സ് ഉണ്ട്, അത് നമ്മൾ സംസാരിക്കുന്നു, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അനുമോള് അല്ലെങ്കിൽ നമ്മുടെ അപ്പാനി പോലെയുള്ള ആർട്ടിസ്റ്റുകൾ, ഇവരിലുമുണ്ട് ഒരു ഈഗോയും, ഇവരിലുമുണ്ട് കുറച്ചൊക്കെ ഞാനെന്ന ഭാവവും അഹങ്കാരവും ഒക്കെ എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. ഞാനിത് വലിയ കുറ്റമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് ബിഗ് ബോസ് അവിടെ ഇരിക്കുകയാണ്. എവിടെയാണോ കുറച്ച് ബിഗ് ബോസിന് ഓവറായി തോന്നുന്നത് അവിടെ പിഴിഞ്ഞെടുക്കുന്ന പണിയാണ് ബിഗ് ബോസ് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ ബിഗ് ബോസ് ചെയ്യുന്നത് മൂപ്പിക്കാൻ വേണ്ടിയും ചെയ്യും. അതായത് അനീഷും ഇവരും തമ്മിലുള്ള സംഘർഷം ഒന്നും കൂടെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ചെയ്യാം. അനീഷിന് കുറച്ച് അവസരങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അനീഷ് അത് നന്നായിട്ട് ഉപയോഗിക്കും, മറുഭാഗത്ത് നന്നായിട്ട് ചൊറിയും. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് മൂക്കും. ഈ രണ്ടുപേര് അടി കൂടുമ്പോൾ മറ്റേ നഖങ്ങൾ, രണ്ട് കയ്യിലെ നഖങ്ങൾ കൂട്ടി ഉരയ്ക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ നാട്ടിൻ പുറത്തൊക്കെ. ഈ അടി കൂടുന്നത് ഒന്നുകൂടി മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം ബിഗ് ബോസും അവിടെ ഇരുന്നുകൊണ്ട് ആ ചെയ്യുന്ന പണി. എന്താണെങ്കിലും ബിഗ് ബോസ് ഇന്ന് ജയിലിൽ പോയവർക്ക് കൊടുത്തത് മുട്ടം പണി തന്നെയാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.